ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ നിങ്ങൾ ചോദിച്ചിട്ടുള്ള കുറച്ച് റെസിപ്പീസും കാര്യങ്ങളും അതുപോലെ തന്നെ കുറേ അധികം വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ലൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടു വെക്കുക. കണ്ടിഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോലെ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ഇന്നത്തെ ദിവസം ഏട്ടത്തി മക്കളൊക്കെ വീട്ടിലുണ്ട് കേട്ടോ. ഹവ്വയും തനും ഒക്കെ ഉണ്ട്. കാര്യം ഇന്നലെ ഞങ്ങളവിടെ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അവിടെ നോമ്പ് തുറയായിരുന്നേ. അപ്പോൾ നോമ്പ് തുറ കഴിഞ്ഞ് തിരിച്ചു വരുമ്പം കുട്ടികൾ ഇങ്ങോട്ടേക്ക് എൻ്റെ കൂടെ ഇങ്ങോട്ടേക്ക് നിൽക്കാൻ വരണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബഹളാക്കിയിട്ട് അങ്ങനെ കുട്ടികൾ വന്നിട്ടുണ്ട്. അങ്ങനെ പിന്നെ എല്ലാവരും കൂടെ വന്നു. അങ്ങനെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഓരോരോ പണികളൊക്കെ ഇങ്ങനെ ചെയ്യുന്നു. അപ്പോൾ ഞങ്ങൾ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. കാര്യം ഇവർ ഒരു 6 മാസത്തോളം ഗൾഫിൽ പോയിട്ടുണ്ടായിരുന്നല്ലോ, ഏട്ടത്തി മക്കളും മോളും ഒക്കെ. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ഇപ്പോൾ എക്സാംസും കാര്യങ്ങളൊക്കെ നടക്കുകയാണല്ലോ. ആ ഒരു സമയത്താണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കുന്നത്. അപ്പോൾ ഈ ചെറിയ കുട്ടികൾ ഇവർ പഠിക്കുന്നതിൽ നിന്ന് കുറേ മാസം, ഒരു 5-6 മാസമൊക്കെ വിട്ട് നിൽക്കുന്ന സമയത്ത് അവർക്ക് അവരുടെ ബേസിക് കാര്യങ്ങൾ പോലും അവർ വിട്ടുപോകും. എന്നാൽ കുറച്ച് വലുതായ കുട്ടികളാണ് വലിയ പ്രശ്നം വരില്ല. അവർക്ക് ബേസിക്കും കാര്യങ്ങളും ഉണ്ടെങ്കിൽ വലിയ പ്രശ്നം വരാനില്ല. അവർക്ക് അങ്ങ് പറഞ്ഞു കൊടുത്താൽ മതിയാവും. അത് തനുവിൻ്റെ കാര്യത്തിൽ വലിയ പ്രശ്നമില്ല കേട്ടോ. ഹവ്വൻ്റെ കാര്യത്തിൽ ശരിക്കും ഞങ്ങൾ പെട്ടുപോയിട്ടുണ്ടായിരുന്നു. കാര്യം പഠിച്ചതെല്ലാം ഇങ്ങനെ മറന്നു പോകുന്ന ഒന്നും എന്താ പറയുക, ബേസിക് കാര്യങ്ങൾ പോലും ഇല്ലാത്ത ആ ഒരു രീതിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു എക്സാം കഴിഞ്ഞപ്പോൾ തന്നെ നമുക്കത് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനാണ് പറഞ്ഞത്, ഇങ്ങനെ ഇൻ്റർവെല്ലിൻ്റെ ഒരു ഫൗണ്ടേഷൻ കോഴ്സ് ഉണ്ട്, നമുക്കതൊന്ന് നോക്കാം എന്ന രീതിയിൽ നോക്കിയിട്ടാ. നമ്മൾ പഠിക്കുന്ന രീതിയും ഇപ്പോഴത്തെ കുട്ടികൾ പഠിക്കുന്ന രീതിയും ഒരുപാട് വ്യത്യാസമുണ്ട് അല്ലേ. അവർക്കിപ്പോൾ കുറേ അധികം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അല്ലേ. നമ്മളെ മക്കൾക്ക് അവർ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ളതാണ് വലിയ കാര്യം. പിന്നെ സ്കൂളിലെ പഠനത്തോടൊപ്പം തന്നെ പേഴ്സണൽ ഇൻഡിവിജ്വൽ അറ്റൻഷനോട് കൂടിയിട്ടുള്ള ഒരു ക്ലാസ്സും കൂടെ കിട്ടുമ്പോൾ കുട്ടികൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ ഒന്നും കൂടെ ഒന്ന് ഈസി ആവും അല്ലേ. നമ്മുടെ പ്രായത്തിലൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്താണെങ്കിലും ഒരുപാട് പേര് ഇങ്ങനത്തെ ബേസിക് ഫൗണ്ടേഷൻസ് ഇഷ്യൂസ് അനുഭവിക്കുന്നവർ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ക്ലിയറായിട്ട് പറഞ്ഞാൽ പ്രോപ്പറായിട്ട് എഴുതാനും വായിക്കാനും ബുദ്ധിമുട്ടുള്ളവർ ഇപ്പോഴും കേട്ടോ. അങ്ങനത്തെ കുട്ടികൾ ആ ഒരു കാരണം കൊണ്ട് തന്നെ പഠിത്തത്തിൽ ബാക്ക്വേർഡായി പോകാനും ഒക്കെ അത് കാരണമാകും. ശരിക്കും പറഞ്ഞാൽ ചെറുപ്പത്തിലേ ബേസിക് ശരിയാവാത്തത് കൊണ്ടാണല്ലോ അവർക്ക് വലിയ ക്ലാസ്സിലെത്തിയിട്ടും അക്കാഡമിക്കലി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റാത്തത്. കാരണം അവർക്ക് ഒരു ബേസിക് ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് അത് ക്ലിയർ ആക്കിയാലേ അവർക്ക് ഇമ്പ്രൂവ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അവൻ്റെ കാര്യത്തിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ചെറുതല്ലേ, ഇൻട്രസ്റ്റ് ഉണ്ടാവുമോ, ക്ലാസ്സിലിരിക്കുമോ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അവൾ ക്ലാസ്സിൻ്റെ സമയമാകുമ്പോൾ ബുക്കൊക്കെ എടുത്ത് റെഡിയാവും കേട്ടോ. വേഗം ക്ലാസ്സിൽ നല്ല ഇൻട്രസ്റ്റോട് കൂടി നല്ല ഇഷ്ടത്തോട് കൂടിയിട്ട് റെഡിയാവും. അവൾക്ക് ഇഷ്ടമാണ് പഠിക്കാനിരിക്കാനും ടീച്ചേഴ്സിനെയും ഒക്കെ കേട്ടോ. ഇപ്പോൾ അവൾ ക്ലാസ് ടൈമാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തതാണേ. നല്ല ഇൻട്രസ്റ്റ് ആണ് കേട്ടോ ക്ലാസ്സിലിരിക്കാൻ. ഹവ്വക്ക് സ്റ്റഡീസിൽ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ ഞാനാണ് കേട്ടോ പറഞ്ഞത്, ഇങ്ങനെ ഇൻ്റർവെല്ലിൻ്റെ അസസ്മെൻറ്റ് ടെസ്റ്റിൽ ജോയിൻ ചെയ്ത്. അസസ്മെൻറ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എക്സാം ഒന്നുമല്ല കേട്ടോ, കുട്ടികളുടെ കൂടെ ലൈവായിട്ടൊരു ഇൻറ്ററാക്റ്റീവ് സെക്ഷൻ, അത്രയേ ഉള്ളൂ. അതിലൂടെ നമ്മുടെ കുട്ടികളുടെ സ്റ്റഡീസിൽ എന്താണ് അവർക്ക് ബുദ്ധിമുട്ടുള്ളത്, ഏത് സബ്ജക്റ്റിലാണ്, എന്തുകൊണ്ടാണ് അവർക്ക്, എന്തിലാണ് അവർക്ക് ഇമ്പ്രൂവ്മെൻറ്റ് വേണ്ടത് എന്നൊക്കെ ഈ ഒരു അസസ്മെൻറ്റ് ടെസ്റ്റിലൂടെ കറക്റ്റായിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് മോൾക്ക് ഇംഗ്ലീഷിൽ കുറച്ച് ബേസിക് ഇഷ്യൂസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായത് കേട്ടോ. അങ്ങനെ അവർ നോക്കിയിട്ടാണ് കുട്ടികൾക്ക് ക്ലാസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അങ്ങനെ ഒരു ബേസിക് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഫൗണ്ടേഷൻ എന്ന കോഴ്സിലൂടെ അത് ക്ലിയർ ചെയ്യാമെന്ന് അവർ പറഞ്ഞു കേട്ടോ. ആ ഒരു ഫൗണ്ടേഷൻ ക്ലാസ്സാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത ശേഷം നല്ല ഇമ്പ്രൂവ്മെൻ്റ് ആണ് കേട്ടോ. പഠിക്കാനുള്ള കോൺഫിഡൻസ് ലെവലൊക്കെ ഹൈ ആയിട്ടുണ്ട്. ബേസിക് ഇഷ്യൂസുള്ള കുട്ടികൾക്ക് പഠിക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ടാവില്ല, താല്പര്യം ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അവർക്കൊന്നും മനസ്സിലാവില്ല, അതുതന്നെയാണ് കാര്യം, ബേസിക് ഇല്ലാത്തത് കൊണ്ട് തന്നെ. പിന്നെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിക്കാൻ അവർക്ക് ടെൻഷനും പേടിയും ഒക്കെ ഉണ്ടാകും. കാരണം എന്തെങ്കിലും ചോദിക്കുമ്പോൾ തെറ്റിപ്പോവോ, മറ്റുള്ളവർ കളിയാക്കുമോ, അങ്ങനെയുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. ഇതാകുമ്പോൾ അങ്ങനത്തെ പ്രശ്നം ഒന്നുമില്ല. കാരണം ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന രീതിയിലാണ് കേട്ടോ. അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്തിട്ട് അവരെ മനസ്സിലാക്കിയിട്ടാണ് ടീച്ചേഴ്സ് ക്ലാസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റും ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ഡൗട്ടും ടീച്ചറോട് ഏത് സമയത്തും ചോദിച്ച് മനസ്സിലാക്കാനും ക്ലിയർ ആക്കാനും ഒക്കെ നല്ല ഈസി ആയിട്ട്, നല്ല ഫ്രീ ആയിട്ട് ക്ലാസ് നല്ല കൂളായിട്ട് ചെയ്യാനും വേണ്ടിയിട്ട് പറ്റും.
പിന്നെ ഇവർ നമ്മുടെ കുട്ടികൾക്ക് സ്റ്റഡീസിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇൻ്റർവെല്ലിലെ അസസ്മെൻറ്റ് ടെസ്റ്റിലൂടെ അവരത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് കുട്ടികൾക്ക് വേണ്ട രീതിയിൽ കസ്റ്റമൈസ് ചെയ്തിട്ടാണ് കേട്ടോ അവർ ക്ലാസ്സൊക്കെ കൊടുക്കുന്നത്. ഇപ്പോൾ ഈ ഒരു വർഷം ഓൾമോസ്റ്റ് കഴിഞ്ഞു, ഇനിയിപ്പോൾ അടുത്ത വർഷം തുടങ്ങുകയാണല്ലേ. അപ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും ബേസിക് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ഈ ഒരു വെക്കേഷൻ ടൈമിൽ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1.5 ഹവറൊക്കെ മതിയാവും കേട്ടോ ഡെയിലി. ഈ ഒരു 1.5 ഹവർ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അടുത്ത വർഷം ആകുമ്പോഴേക്കും അവരുടെ ബേസിക് എല്ലാം ക്ലിയർ ചെയ്ത് നല്ലൊരു കോൺഫിഡൻസോട് കൂടിയിട്ട് അടുത്ത വർഷം സ്റ്റാർട്ട് ചെയ്യാനും നല്ല മാർക്ക് സ്കോർ ചെയ്യാനും അവർക്ക് അതിലൂടെ കഴിയും കേട്ടോ. പിന്നെ ഈ ഒരു ഫൗണ്ടേഷൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ +2 വരെയുള്ള കുട്ടികൾക്കാണ് കേട്ടോ അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. മലയാളം, മാത്സ്, ഏത് സബ്ജക്റ്റിലാണ് അവർക്ക് ബേസിക് ഇഷ്യൂസ് ഉള്ളത് ആ ഒരു സ്പെസിഫിക് സബ്ജക്റ്റിൽ 30 to 40 ഡേയ്സിൽ മക്കളുടെ ബേസിക് എല്ലാം അവർക്ക് ക്ലിയർ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടാ എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. ഇനിയിപ്പോൾ വെക്കേഷനൊക്കെയാണ് വരുന്നത് അല്ലേ, ഓൾമോസ്റ്റ് എക്സാം എല്ലാം കഴിഞ്ഞിട്ടുണ്ട്, സ്കൂളൊക്കെ പൂട്ടാനായിട്ടുണ്ട് അല്ലേ. ഈ ഒരു വെക്കേഷൻ ടൈമിൽ മക്കളുടെ ബേസിക് ഇഷ്യൂസ് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അതിൻ്റെ നല്ലൊരു റിസൾട്ട് അടുത്ത ഇയറിൽ മക്കളിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. മാർക്ക് കുറഞ്ഞല്ലോ, പഠിക്കുന്നില്ലല്ലോ, എന്താ കാരണം എന്നുള്ളൊരു ടെൻഷൻ നമ്മൾ പാരൻസിനും ഉണ്ടാവില്ല കേട്ടോ. ബേസിക് കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് അതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് എന്തായാലും നമുക്ക് അവരിൽ കാണാൻ വേണ്ടിയിട്ടും പറ്റും, അത് ഷുവറാണ്. കാരണം ഇൻ്റർവെല്ല് കഴിഞ്ഞ 6 വർഷമായിട്ട് അവർ ഇന്ത്യയിലും GCC കൺട്രീസിലും ഒക്കെ ആയിട്ട് അവർ സർവീസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് കുട്ടികൾ ഇതുപോലെ ബേസിക് ഇഷ്യൂസ് ക്ലിയർ ചെയ്ത് ഇറങ്ങി നല്ല മാർക്ക് സ്കോർ ചെയ്ത കുട്ടികളുണ്ട് കേട്ടോ. അവരുടെ ഫീഡ്ബാക്കും ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ ഇൻ്റർവെല്ലിൽ ഈ ഒരു ക്ലാസ്സസ് മാത്രമല്ല, +2 വരെ പഠിക്കുന്ന കുട്ടികൾക്ക് സിലബസ് ഓറിയൻറ്റഡ് ട്യൂഷൻസൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഏത് സിലബസ് ആണെങ്കിലും അതിലൊക്കെ കൊടുക്കുന്നുണ്ട്. അതും അവരുടെ കൺവീനിയൻറ്റ് ടൈമിനാണ് കേട്ടോ ക്ലാസ്സും ഉള്ളത്. സ്കൂൾ ഓപ്പൺ ആയി കഴിഞ്ഞാൽ അവർക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈമിൽ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അവർക്കൊരിക്കലും ഇതൊരു ബേർഡൻ ആവില്ല കേട്ടോ. ബേർഡൻ ആയിട്ടല്ല അവർക്ക് ഫീൽ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് കേട്ടോ. അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉള്ള ക്ലാസ്സുകളാണ് കേട്ടോ ഇൻ്റർവെല്ലിൻ്റെ ക്ലാസ്സൊക്കെ. പിന്നെ ഇൻ്റർവെല്ലിലെ സിലബസ് ഓറിയൻറ്റഡ് ട്യൂഷൻസ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, അത് നമ്മുടെ സ്കൂളിലൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് പോലെ തന്നെ എല്ലാ സർവീസും ഉണ്ട് കേട്ടോ. ഒരു സബ്ജക്റ്റിന് മാത്രം ക്ലാസ് എടുക്കണമെങ്കിൽ അങ്ങനെ അല്ല, എല്ലാത്തിനും വേണമെങ്കിൽ അങ്ങനെയും എടുത്തു കൊടുക്കും കേട്ടോ. ഈ സിലബസ് ഓറിയൻറ്റഡ് ട്യൂഷനായിട്ടുള്ള ക്ലാസ് റൂം കോഴ്സിൽ നോട്ട്സ്, ഷോർട്ട് നോട്ട്സ്, ടെർമിനൽ ചാപ്റ്റേഴ്സ് എക്സാംസുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓരോ ടേംസ് എക്സാം കഴിയുന്ന സമയത്ത് അവർ ഓൺലൈനായിട്ടുള്ള പാരൻസ് മീറ്റിങ്ങും കണ്ടക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. പ്രോപ്പറായിട്ടുള്ള ഇവാലുവേഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പോൾ കുറേ കുട്ടികൾ ട്യൂഷൻ സെൻറ്ററിലൊക്കെ പോയിട്ട് ട്യൂഷനൊക്കെ അങ്ങനെ പഠിക്കുന്ന സമയത്ത് ടീച്ചേഴ്സിന് ഇപ്പോൾ സ്കൂളിലൊക്കെ ഉള്ളതുപോലെ തന്നെ 30-40 കുട്ടികളൊക്കെ ഒരു ക്ലാസ്സിലുണ്ടാവും. അപ്പോൾ ഓരോരോ കുട്ടികളെയും പ്രത്യേകം ശ്രദ്ധിക്കാനൊന്നും ടീച്ചേഴ്സിന് പറ്റില്ല, അതിനുള്ള ടൈമും കിട്ടില്ല. കുട്ടികൾ നമ്മൾ പ്രത്യേകം ഓരോരുത്തരെയും പരിഗണിക്കേണ്ടി വരും. കാര്യം എന്ന് വെച്ചാൽ ഓരോ കുട്ടികളും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് പരിഗണിക്കാനുള്ളൊരു ടൈമൊന്നും ആ ഒരു സമയത്ത് ടീച്ചേഴ്സിന് കിട്ടില്ല. അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള ഇൻഡിവിജ്വൽ ക്ലാസ്സസ് മക്കൾക്ക് കൊടുത്താൽ അത് നല്ല യൂസ്ഫുൾ ആവും കേട്ടോ മക്കൾക്ക്. അപ്പോൾ എന്തായാലും ഇനി അടുത്തൊരു കൊല്ലത്തിലേക്ക് വേണ്ടി നിങ്ങൾ കാത്തു നിൽക്കണ്ട. ഈ ഒരു വെക്കേഷനിൽ തന്നെ വെക്കേഷൻ കോഴ്സിന് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്ക് അവരുടെ ഫൗണ്ടേഷനൊക്കെ ക്ലിയർ ചെയ്യാനും അതിലൂടെ നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് എന്തായാലും നമുക്ക് അവരിൽ കാണാൻ വേണ്ടിയിട്ടും പറ്റൂട്ടാ എന്നുള്ളത് ഷുവറാണ്, ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇനിയും നിങ്ങൾ വൈകിക്കണ്ട. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ വേഗം ജോയിൻ ചെയ്തോളൂ. നിങ്ങൾ നേരത്തെ അഡ്മിഷൻ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ് ടു 20% ഫീസിൽ അവർ ഡിസ്കൗണ്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ കോൺടാക്റ്റ് ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും എന്ന് എനിക്ക് ഉറപ്പാണ് കേട്ടോ. ഹവൻ്റെ ക്ലാസ്സിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ, ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. നല്ല ഇമ്പ്രൂവ്മെൻ്റ് ആണ് മോളെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഉണ്ടായത് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഇത്രയും ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തന്നത്. ഇനി നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാൻ ആവശ്യമുള്ളവർക്ക് അവരുടെ ലിങ്കും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും പിന്നെ കമൻറ്റായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കിക്കോട്ടോ. അപ്പോൾ എൻ്റെ രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുളിക്കാൻ വേണ്ടിയിട്ടും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ നമ്മളെ പോക്കറ്റ് ഷവർമ്മയല്ലേ അത് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള മാവ് ഞാനൊന്ന് കുഴച്ച് വെക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അത് നമുക്കൊരു 2 മണിക്കൂറൊക്കെ മതി. ചിലപ്പോൾ നല്ല ചൂടുള്ള സമയത്താണെങ്കിൽ 1 മണിക്കൂർ മതി, ഇല്ലെങ്കിൽ 2 മണിക്കൂർ കേട്ടോ. ഇനിയിപ്പോൾ പൊങ്ങിയിട്ട് നമുക്ക് എടുത്ത് വെക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, പുറത്ത് തന്നെ വെച്ചാൽ മതി മാവ്.
ഞാനിപ്പോൾ നമ്മളെ ഷവർമ്മ പോക്കറ്റ് ഷവർമ്മ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബട്ടൂര ഉണ്ടാക്കണമല്ലോ നമുക്ക്. അതിലേക്ക് വേണ്ടിയിട്ട് 1.5 കപ്പളവ് കപ്പളവിൻ്റെ 1.5 കപ്പളവാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 1.5 കപ്പിലേക്ക് ഞാനിപ്പോൾ ഒരു 3/4 ടീസ്പൂണോളം ഈസ്റ്റ്, ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് എടുത്തിട്ട് നിങ്ങൾ ഇപ്പോൾ ഞാൻ 1/4 കിലോ 1 കപ്പിൻ്റെ അളവ് ഞാൻ പറയാം. അതിലേക്ക് നിങ്ങൾ എടുക്കേണ്ടത് 1/2 ടീസ്പൂൺ ഈസ്റ്റാണ് കേട്ടോ, ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്. ഇനിയിപ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈര്, പുളിയുള്ളതോ പുളിയില്ലാത്തതായാലും കുഴപ്പമില്ല, തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മൈദയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഈ ഒരു അളവിലേക്ക് ഇപ്പോൾ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര അത്രയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. നിങ്ങൾ മൈദ കൂട്ടിയെടുക്കുമ്പോൾ അതിനനുസരിച്ച് ഈസ്റ്റും എല്ലാം കൂട്ടിയെടുക്കുക. നമ്മളിത് കുഴച്ചെടുക്കുന്നത് ഇളം ചൂടുള്ള പാലിലാണ് കേട്ടോ. ഇളം ചൂടുള്ള പാലിൽ കുഴച്ചെടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പാൽപ്പൊടിയാണ് കയ്യിലുള്ളതെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, പാൽപ്പൊടി ഒരു 2 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് മാവിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇളം ചൂടുള്ള വെള്ളവും കൂടെ ചേർത്തിട്ട് കുഴച്ചെടുത്താൽ മതി. അപ്പോഴും ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും. ഇനി ഇതാ മൈദ മാവ് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കൂലേ, ആ ഒരു രീതിയിൽ ഞാനൊന്ന് കുഴച്ചെടുക്കുന്നുണ്ടേ. ഭയങ്കര സ്റ്റിക്കി ആയിട്ടൊന്നും പോകണ്ട കേട്ടോ, ആ ഒരു പരുവത്തിൽ മതി. ഇത് ഞാൻ നമ്മളെ ഫാമിലി ഇഫ്താർ പാർട്ടിക്ക് ഉണ്ടാക്കിയപ്പോൾ കുറേ പേര് ഇതിൻ്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് റെസിപ്പി അങ്ങനെ കാര്യമായിട്ട് എടുക്കാണ്ടിരുന്ന കേട്ടോ അന്ന്. അപ്പോൾ ഇതാ ഞാൻ മൈദ കുഴച്ച് വെച്ചിട്ടുണ്ടേ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. 1 മണിക്കൂർ അല്ലെങ്കിൽ മാക്സിമം 2 മണിക്കൂർ കേട്ടോ. ഇനിയിപ്പോൾ അധികം വെച്ചാലും കുഴപ്പമൊന്നുമില്ല, നമ്മളൊരു കാലാവസ്ഥക്കനുസരിച്ചാണ് ഇത് പൊങ്ങി വരിക കേട്ടോ. ഈസ്റ്റൊക്കെ അത്രയും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. ഇതിപ്പോൾ അല്ലേ ഞാൻ ഉച്ചയ്ക്ക് ശേഷം ഇപ്പോൾ ഒരു 3 മണിയായിട്ടുണ്ട് ഞാൻ കിച്ചണിലേക്ക് വരുമ്പോൾ. ഏട്ടത്തിയും മക്കളും അവയും താനും എല്ലാം പോയിട്ടുണ്ട് കേട്ടോ. അവർക്ക് ഡ്രസ്സ് എടുക്കാനോ അങ്ങനെ എന്തൊക്കെയോ ടൗണിൽ പരിപാടിയുണ്ട്. അപ്പം അങ്ങനെ നോമ്പ് തുറക്കുമ്പോഴത്തേക്കും അവർക്ക് അവരുടെ വീട്ടിലെത്തണ്ടേ. അപ്പം അങ്ങനെ ഉച്ചയായപ്പോഴത്തേക്കും അവർ പോയിട്ടാ. ഇനി ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് നമുക്ക് ചെറിയൊരു ഇഫ്താർ പാർട്ടി ഉണ്ട്. നിങ്ങൾക്ക് ഇൻട്രോ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. റോഫിക്കയും ഫാമിലിയാണ് കേട്ടോ. അപ്പോൾ അവർ വൈകുന്നേരം വരും. അപ്പോൾ അവർക്കുള്ള വിഭവങ്ങളാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന, കുട്ടികൾക്കും വലിയവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും. പക്ഷേ കുട്ടികൾക്ക് ഒന്നുകൂടെ ഇഷ്ടമാവും കേട്ടോ ഇത്. നമ്മൾ ഒരു ഇഫ്താർ പാർട്ടിയൊക്കെ അറേഞ്ച് ചെയ്യുമ്പോൾ ഇനിയിപ്പോൾ അല്ലെങ്കിലും ഈവനിങ് സ്നാക്ക് ആയിട്ട് നമുക്ക് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഐറ്റംസൊക്കെ ആണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നതാണ് കൂടുതലും. അപ്പോൾ ഇത് ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 1/2 കിലോ ചിക്കൻ ഉണ്ടാവും. എല്ലില്ലാത്തതാണ് കേട്ടോ ഇതിന് വേണ്ടി എടുക്കുന്നത്. അതായത് എല്ലുള്ള പീസിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്ത് എടുത്താൽ മതി. അതിലേക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതിനൊന്നും അളവൊന്നുമില്ല. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർക്കൂലേ, ആ ഒരു രീതിയിൽ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ 2 ടീസ്പൂൺ മുളക് പൊടിയും കാശ്മീരി ചില്ലി പൗഡർ ആയിട്ട് എടുത്തിട്ടുള്ളത്. ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല കളർ ഉണ്ടാവും അതിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ. ഇത് ഞാനിപ്പോൾ ചെയ്യുന്നത് ബട്ടർഫ്ലൈ ചിക്കന് വേണ്ടിയിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ പീസ് ഇങ്ങനെയാണ് കേട്ടോ വേണ്ടത്, ഈ ഒരു രീതിയിലാണ്. അതായത് നമ്മളെ വിരലിൽ ആ ഒരു ഭാഗം അവിടെ ആ ഒരു വലുപ്പം നോക്കിയാൽ മതി കേട്ടോ. ആ ഒരു വലുപ്പം കണക്കാക്കിയിട്ട് എടുത്താൽ മതി. ഒരുപാട് വലുതായി പോകരുത്, ഒരുപാട് ചെറുതുമായി പോകരുത്. അപ്പോൾ ഇങ്ങനെ ഡ്രൈ ആയിട്ട് പോകും, ഹാർഡായിട്ട് പോകും ചിക്കന്. അങ്ങനെയാണ് കേട്ടോ വേണ്ടത്. അതിൻ്റെ പീസ് എല്ലില്ലാത്ത പീസ് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഈ ഒരു അളവ് ചിക്കനിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈരില്ലെങ്കിൽ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ വിനാഗിരി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് 3 ആയാലും കുഴപ്പമൊന്നുമില്ല, പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ഇതിനി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കട്ടെ. ഇതിലേക്ക് ഞാൻ ഒരു കാര്യം മറന്നു പോയിട്ടുണ്ട്, ഞാൻ പിന്നീട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂണോ 1 ടീസ്പൂണോ ഒക്കെ കോൺഫ്ലോർ ഇല്ലേ, അതും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതെന്താണെന്ന് വെച്ചാൽ ക്രിസ്പി ആയിട്ട് വരാനൊന്നുമല്ല, നമ്മൾ ഈ ചെയ്ത മസാലകളില്ലേ അത് അതിൽ കോട്ട് ചെയ്തിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ ആ മസാലയും കാര്യങ്ങളൊക്കെ എണ്ണയിലേക്ക് പോയിട്ട് അതൊരു ഭംഗി ഉണ്ടാവില്ല കാണാനായിട്ട്. അപ്പോൾ അത്രയും ചേർത്ത് ഞാൻ അതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാനത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്തിട്ട് ടൈമുണ്ട്. ഞാനിപ്പോൾ ഓരോന്ന് ആക്കി എടുക്കുന്നതല്ലേ ഉള്ളൂ. നിങ്ങൾ ടൈം ഉണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് വെച്ച് കൊടുത്തോ. ഇനി സമയം ഇല്ലെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ ഫ്രൈ ചെയ്ത് എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇനിയിപ്പോൾ അല്ലേ, ഇത് ഞാൻ ഒരു സ്പെഷ്യൽ ഈദിന് എല്ലാവർക്കും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ മന്തി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് വലിയ പീസസൊക്കെ ആയിട്ടുള്ള മന്തി ഞാൻ ഓൾറെഡി ചെയ്തിട്ടുള്ള മന്തിയില്ലേ അത് തന്നെ ഭയങ്കര ടേസ്റ്റാണ്, ഭയങ്കര ഈസിയാണ്. ഇത് അതിനേക്കാളും ഈസിയും അതിനേക്കാളും ടേസ്റ്റും ആയിട്ടുള്ളൊരു മന്തിയാണ് കേട്ടോ. ഇത് സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് ഞാൻ റെസിപ്പി തരുന്നതാണ്. പക്ഷേ ഇതിൽ ഞാനത് ഈ ഒരു വീഡിയോയിൽ ഞാനത് കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ആ വീഡിയോൻ്റെ ഷൂട്ടും കൂടെ ഞാൻ ഈ ഒരു സമയത്ത് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ കിച്ചണിലേക്ക് വന്നത്. നമ്മൾ ഇങ്ങനെ റെസിപ്പിയൊക്കെ ഷൂട്ട് ചെയ്യുമ്പം വ്ളോഗ് ഷൂട്ട് ചെയ്യുന്നതിനേക്കാളും സമയം നമുക്കതിന് വേണം.
അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇപ്പോൾ ദാ നമ്മളെ മന്തിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കേട്ടോ. എന്നാൽ ടേസ്റ്റ് നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന ആ ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവും, ഫ്ലേവറും കാര്യങ്ങളും ആ ഒരു കളറും ലുക്കും ഒക്കെ നമുക്ക് കിട്ടും. പക്ഷേ അതിനേക്കാളും സോഫ്റ്റ് ആയിരിക്കും നമ്മളെ റൈസും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ അത് നെക്സ്റ്റ് വീഡിയോ നിങ്ങൾക്ക് ആ ഒരു സ്പെഷ്യൽ മന്തി റെസിപ്പി ഉണ്ടാവും. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക കേട്ടോ. ഇനിയിപ്പോൾ ഇതാ നമ്മൾ ഇന്ന് പത്തിരിയും മട്ടൺ മസാലക്കറിയാട്ടോ ആക്കുന്നത്. ഇതൊരു സ്പെഷ്യൽ മസാലക്കറിയാണേ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു കറിക്ക്. അപ്പോൾ ഞാനിത് എന്താ പറയുക, നമ്മളൊരു ഉള്ളിയൊക്കെ വഴറ്റി ആ ഒരു രീതിയിലാട്ടോ ഇത് ഉണ്ടാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ അങ്ങനെ തന്നെ നമുക്കിത് സെർവ് ചെയ്യാം, നല്ല ടേസ്റ്റാണ്. പക്ഷേ ഞാൻ കുറച്ച് ഇവിടെ റോഫ്ക്കാക്കും റഫീഖൊക്കെ തേങ്ങാപ്പാൽ ചേർത്തിട്ടുള്ള കറികൾ, കുറുമ അങ്ങനത്തതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ കുറച്ച് തേങ്ങാപ്പാലും കൂടെ ആഡ് ചെയ്തു കേട്ടോ. അപ്പോൾ അത് വേറൊരു ലെവലിലേക്ക് പോകും അതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ കേട്ടോ. കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തു. അപ്പോൾ കുറേയധികം റെസിപ്പീസൊക്കെ ഞാൻ സ്നാക്സിൻ്റെ എല്ലാം കാണിക്കുന്നതുകൊണ്ട് ഞാൻ കറീൻ്റെ റെസിപ്പി എടുക്കാതിരുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ പത്തിരിയും കൂടെ റെഡിയാക്കി എടുക്കട്ടെ. അതിനുശേഷം പിന്നെ നമുക്ക് സ്നാക്സിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതാ നമ്മളെ പത്തിരിയൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇവർക്ക് പത്തിരി ഭയങ്കര ഇഷ്ടമാട്ടോ. നമുക്ക് ഒറോട്ടിയും ഡയർ പത്തിരിയൊക്കെ ഇഷ്ടപ്പെടുന്ന പോലെയാണ് കണ്ണൂരുകാർക്ക് നൈസ് പത്തിരി. അവർക്ക് നൈസ് പത്തിരി നമ്മൾ ഉണ്ടാക്കുന്ന പോലെ അവർക്ക് പെർഫെക്റ്റ് ആവില്ല. അപ്പോൾ കുട്ടികൾക്കൊക്കെ നൈസ് പത്തിരി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ കുറഞ്ഞ അളവിൽ, നമുക്കൊന്നും വേണ്ട, മന്തി ഉണ്ടല്ലോ, അപ്പോൾ ഒരു കപ്പ് അരി ആ ഒരു അളവിൽ ഞാൻ പൊടിയെടുത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ ബട്ടൂര ഉണ്ടാക്കാമല്ലോ, അതായത് നമ്മളെ പോക്കറ്റ് ഷവർമേൻ്റെ പോക്കറ്റ് ഉണ്ടാക്കാനുള്ള മാവെല്ലാം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല 2 മണിക്കൂർ കൊണ്ട് തന്നെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഫ്ലഫി ആയിട്ട് പൊങ്ങി ഇങ്ങനെ വീർത്തൊന്നും വരേണ്ട കാര്യമില്ല കേട്ടോ. ഇത്രയും മതി. ഒരുപാട് ഈസ്റ്റൊന്നും ചേർത്ത് കൊടുത്തിട്ട് ആ ഒരു എന്താ പറയുക, ആ ഒരു ചൊവയൊന്നും വരണ്ട ടേസ്റ്റിൻ്റെ. അപ്പോൾ ഇത് കറക്റ്റായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് ഞാനിതുപോലെ ഒരു 4ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇനി ഇത് പരത്തിയിട്ട് കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെയല്ലാതെ ഓരോന്നായിട്ട് പരത്തിയിട്ട് എടുക്കാം. അതായത് ഈ ഒരു വലുപ്പത്തിൽ പരത്തിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഹാഫ് മൂണിൻ്റെ ആ ഒരു ഷേപ്പിൽ നിങ്ങൾക്ക് ആക്കിയിട്ട് എടുക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ചെയ്യുന്നത് ഒരു വലിയ ബോൾ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. നിങ്ങളത് പരത്തിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് തിന്നായിട്ട് പോകരുത് കേട്ടോ. ഒരുപാട് കട്ടി കുറയരുത്. കട്ടി കൂടിയാലും വേണ്ടിയില്ല, കട്ടി കുറഞ്ഞു പോകരുത് കേട്ടോ. ഒരുപാട് കുബൂസിൻ്റെ കട്ടിയും വേണ്ട കേട്ടോ. അതാണ് വേണ്ടത്. പിന്നെ കട്ടി കുറഞ്ഞു പോകാതെ നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ചപ്പാത്തിൻ്റെ അല്ല, ഒരു 2 ചപ്പാത്തി വെച്ചാലുള്ള ഒരു വലുപ്പം, അതാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ബട്ടൂര ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കട്ടെ. നിങ്ങൾക്ക് ഫ്ലോപ്പായിട്ടൊന്നും പോകില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. ഇതുപോലെ 4ആയിട്ട് ഞാൻ കട്ട് ചെയ്തിട്ട്, ഞാനിങ്ങനെ ചെയ്യുന്നത് പെട്ടെന്ന് വേഗം ആക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് വേഗം പരിപാടി കഴിയുമല്ലോ. ഇത് ഓരോന്നായിട്ടും അല്ലെങ്കിൽ 2 ആയിട്ട് എടുക്കുമ്പോഴത്തേക്കും കുറേ സമയം അങ്ങ് പോയി പോകും. പിന്നെ ഒരുപാട് വലിയ ബട്ടൂര ഉണ്ടാക്കരുത് കേട്ടോ. ചെറുത്, മാക്സിമം ചെറുത് ഉണ്ടാക്കുക. അപ്പോൾ അത്രയും ഫില്ലിങ് നമുക്ക് മതിയാവും. സ്നാക്സ് ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ അത്ര വലുപ്പം മതിയിട്ട് ഒരുപാട് വലുപ്പമാക്കണ്ട. അപ്പോൾ നമുക്ക് ആ ഒരു ഫില്ലിങ് ഇങ്ങനെ കാണാനുണ്ടാവില്ല. അപ്പോൾ ഒരു വൃത്തി ഉണ്ടാവില്ല, ഭംഗി ഉണ്ടാവില്ല കാണാനായിട്ട്. ഇനിയിപ്പോൾ നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ തന്നെ ഇങ്ങനെ വീർത്ത് വരും. അതങ്ങ് തിരിച്ചിടുക, അപ്പോൾ തന്നെ എടുക്കുക. കുക്കാവാൻ വേണ്ടിയിട്ടൊന്നും ഇങ്ങനെ വെക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഇടുക, തിരിച്ചിടുക, എടുക്കുക, അത്രയേ ഉള്ളൂ. ആ ഒരു വീർത്ത് വരുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളെല്ലാം കുക്കായിട്ടുണ്ടാവും. അതാണ് കേട്ടോ കണക്ക്. ഇത് നമ്മൾ ബട്ടൂര ഉണ്ടാക്കുമ്പോൾ, ഇതിൻ്റെ ബേസ് ഉണ്ടാക്കുമ്പോൾ നല്ല ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ വീർത്ത് വരണം. അല്ലാണ്ട് ഇങ്ങനെ പൊങ്ങാണ്ടിരുന്നാൽ നമുക്കതിൻ്റെ പോക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നമുക്കതിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ ബട്ടൂര അടിപൊളിയാണ്, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അങ്ങനെയും ട്രൈ ചെയ്ത് നോക്കട്ടോ. നമ്മൾ ബീഫ് വരട്ട്, ചിക്കൻ വരട്ട്, ബീഫ് കറി, ചിക്കൻ കറി എല്ലാത്തിൻ്റെ കൂടെ സ്റ്റൂവിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. നമ്മൾ ഇതിൻ്റെ പെർഫെക്റ്റ് റെസിപ്പി എല്ലാം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കാണാത്തവരുടെ കണ്ടു നോക്കാം. അതുപോലെ ഇനി ഈദൊക്കെ വരാൻ പോവുകയാണ് അല്ലേ. ഇപ്പോൾ നമ്മൾ നല്ല അടിപൊളി പുഡിങ്ങുകളൊക്കെ ഇട്ടിട്ടുണ്ട്. 4 ടൈപ്പ് പുഡിങ്ങൾ ഞാൻ ചൈന ഗ്രാസും ജലാറ്റിനും ഒന്നും ചേർക്കാതെ ഇട്ടിട്ടുണ്ട്. കുറേ പേരൊന്നും അത് കണ്ടിട്ടില്ല കേട്ടോ, എനിക്കറിയില്ല. ഇനിയിപ്പം അവസാന സമയത്ത് നോക്കാൻ വേണ്ടിയിട്ടാണോ എന്താണെന്ന് അറിയില്ല. നിങ്ങൾക്ക് ഒരുപാട് ഐറ്റംസ് ഒന്നും ഇല്ലാതെ തന്നെ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വെറൈറ്റി ടേസ്റ്റുള്ള പുഡിങ്ങുകളാണ് കേട്ടോ 4 എണ്ണവും കാണിച്ചിട്ടുള്ളത്. നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ്. അപ്പോൾ കാണാത്തവരുടെ കണ്ടു നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ബട്ടൂര ഓരോന്നായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ബീഫ് മന്തി, ബീഫ് ബിരിയാണി, ചിക്കൻ മന്തി, ചിക്കൻ ബിരിയാണി എല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുതിയ വ്യൂസിനോടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി കിട്ടുന്നതാണ്. ഇനിയിപ്പോൾ ഇതാ നമ്മളെ പോക്കറ്റ് ഷവർമയിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. ഒരു സവാള എടുത്തിട്ടുണ്ട്, കുറച്ച്
ക്യാബേജ് എടുത്തിട്ടുണ്ട്, ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ഒരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ ഒരു സെറ്റ് സാൻഡ്വിച്ചും കൂടെ ഉണ്ടാക്കുന്നുണ്ട്, അതിലേക്കും കൂടെ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളതാണ്. ഇതൊക്കെ നിങ്ങൾ ഇഷ്ടമാണ് കേട്ടോ. വെജിറ്റബിൾസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. ക്യാബേജ് ഇതിലും മസ്റ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ അത് ഞാൻ കളർ ക്യാപ്സിക്കം എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് കുറച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും അതിനല്ല, ആ ഒരു പോർഷനാണ് അതിന്. ബാക്കിയുള്ളത് ഞാൻ പിസ്സയിലേക്ക് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, ഉപ്പ്, ഇത്രയേ വേണ്ടുള്ളൂ. പിന്നെ നമ്മൾ മയണൈസ് ചേർക്കുന്നുണ്ട്. അപ്പോൾ മയണൈസിൽ ഉപ്പുണ്ടെങ്കിൽ ഇപ്പോൾ ഉപ്പിട്ട് കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ. എൻ്റെ മയണൈസിൽ കുറച്ച് ഉപ്പ് കുറവാണ്, പിന്നെ കുറച്ചധികം ക്വാണ്ടിറ്റി ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തത് കേട്ടോ. പെപ്പർ പൗഡറും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ് മാത്രം ഇട്ട് വേവിച്ചെടുത്തിട്ടുള്ള ചിക്കൻ, ഒരു 2 വലിയ പീസ് ചിക്കൻ എടുത്തിട്ട് വേവിച്ചെടുത്തു. ചിക്കനും നിങ്ങൾക്ക് എത്രയാണോ ഒരു പീസ് എടുത്താലും മതി, എത്രയാണോ ചേർത്ത് കൊടുക്കേണ്ടത് അത്രയും ചേർത്ത് കൊടുക്കുക. ചിക്കനൊന്നും കുറഞ്ഞു പോയാലൊന്നും ഇതിന് ടേസ്റ്റ് വ്യത്യാസം ഒന്നും വരില്ല കേട്ടോ, ടേസ്റ്റ് കുറവൊന്നും വരില്ല, അതൊന്നും പേടിക്കണ്ട. ഇനിയിപ്പോൾ ഞാൻ നമ്മൾ മയണൈസും കൂടെ ഞാൻ 2 എഗ്ഗ് കൊണ്ട് മയണൈസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തു. ഒരു 2-3 ടേബിൾ സ്പൂൺ സോയാ സോസും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ കുറച്ചധികം ഫില്ലിങ് ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നിങ്ങളുടെ ഫില്ലിങ് എത്രയാണോ ഉള്ളത് അതിനനുസരിച്ച് സോസും മയണൈസൊക്കെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. നമ്മളിതിൽ സെപ്പറേറ്റ് ഇനി സോസൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കുട്ടികൾക്ക് സെർവ് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ സോസൊക്കെ വെച്ചിട്ട് സെർവ് ചെയ്യാം കേട്ടോ. ഇതിൽ തന്നെ നല്ല ഫ്ലേവറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇനി ഈ ബട്ടൂര നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഈ ഒരു കോൺ ഷേപ്പ് മാറിയിട്ട് അപ്പുറത്തിങ്ങനെ പോലത്തെ ഷേപ്പിനാണ്, ആ ഭാഗത്താണ് നമ്മളിതുപോലെ, നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ, അവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. ഹോൾസ്, ഒരു പോക്കറ്റ് ഉണ്ടാക്കിയെടുക്കുക ഇതുപോലെ. നല്ല പെർഫെക്റ്റ് ബട്ടൂരയാണ് കേട്ടോ. അത് കണ്ടോ, നല്ല ഉള്ളിലൊന്നും ഉള്ളിങ്ങനെ വിട്ട് നല്ല സ്പേസ് ഉണ്ട്. അതങ്ങനെയാട്ടോ നമുക്ക് വേണ്ടത്. ഇനി അതിലേക്ക് നമ്മൾ ഫില്ലിങ് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത്രയും ഫില്ല് ചെയ്ത് കൊടുക്കാം. ഒരുപാടാക്കണ്ട, നമ്മൾ സ്നാക്സ് അല്ലേ. എന്നിട്ട് ഇത് ഓപ്ഷനിലാണ് കേട്ടോ, എൻ്റെ കയ്യിലുള്ളത് കൊണ്ട്. പിന്നെ കുട്ടികൾക്ക് കാണുമ്പോൾ ഒരു ഭംഗിയല്ലേ, അതിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്തതാണ്. ആ ഫില്ലിങ് മാത്രം മതി കേട്ടോ. പിന്നെ ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു മല്ലിയിലേക്ക് ഇങ്ങനെ പുറത്തേക്ക് ആക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ നല്ല ഭംഗിയാട്ടോ. ഇങ്ങനെ സെർവ് ചെയ്യുമ്പോൾ അതും കൂടെ നമ്മൾ നോക്കണമല്ലോ. ആ സെർവ് ചെയ്ത് വെക്കുമ്പോൾ കാണുന്ന ആ ഒരു ഭംഗി, കഴിക്കാനുള്ള ഒരു ഇത് ഒന്നുകൂടെ കൂട്ടും, അതിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടെ കൂട്ടും കേട്ടോ. പിന്നെ ഞാൻ ബാക്കിയുള്ളതെല്ലാം ഒന്ന് ഫില്ല് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഞാനിത് ഫില്ല് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ജംഷിൻ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ, റോഫ്ക്കൊക്കെ വന്നിട്ടുണ്ട്. ബാക്കി അവരാണ് കേട്ടോ ചെയ്യുന്നത്. ഞാനിതാ ജസ്റ്റ് വീഡിയോ എടുത്തിട്ടേ ഉള്ളൂ. ബാക്കി ഇനിയിപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഇനിയിപ്പോൾ എല്ലാം ഒന്ന് ഇപ്പോൾ 6 മണി ആയിട്ടുണ്ട് കേട്ടോ. പക്ഷേ നമ്മളെല്ലാ കാര്യങ്ങളും നേരത്തെ ചെയ്ത് വെക്കേണ്ട സ്നാക്സ് അല്ല ഇതൊക്കെ ചൂടോടെ ഉണ്ടാക്കി അത് അപ്പം തന്നെ, നമ്മൾ കുറേ പേരൊന്നുമില്ലല്ലോ, കുറച്ച് പേരല്ലുള്ളൂ. അതുകൊണ്ട് ആ ഒരു സമയത്ത് തന്നെ എല്ലാം ആക്കിയെടുക്കുമ്പോൾ അതിനൊന്നും കൂടി ടേസ്റ്റ് കൂടുതലല്ലേ. അപ്പം റമദാനിന് നമുക്കതൊന്നും പറ്റില്ല, നോമ്പിന് നമുക്കതൊന്നും പറ്റില്ല. എന്നാലും ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ല, സാൻഡ്വിച്ച് ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ സെയിം ഫില്ലിങ് തന്നെ ഒരു ലെയർ വെച്ച് കൊടുത്തിട്ട്, ഒരു പീസിൽ വെച്ച് കൊടുത്തിട്ട് മറ്റേ പീസിൽ കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ആക്കി കൊടുത്തിട്ട് ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് അത് ക്ലോസ് ചെയ്ത് വെച്ചിട്ട്, ഞാനിപ്പോൾ സാൻഡ്വിച്ച് മേക്കറിലാണ് ആക്കിയെടുക്കുന്നത്. നിങ്ങൾ സെയിം പാനിലില്ലേ, നോൺ സ്റ്റിക്ക് പാനോ എന്തെങ്കിലും ചൂടാക്കിയിട്ട് അതിൽ കുറച്ച് ഗീ ആക്കിയിട്ട് വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ ഒന്ന് മുട്ട ഒന്ന് മിക്സാക്കി എടുത്തിട്ട് അതിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് വെച്ച് കൊടുത്താൽ നല്ല കോട്ടിങ്ങോട് കൂടി നല്ല കറക്റ്റായിട്ട് കിട്ടും. ഇത് മുന്നേ ഞാൻ റെസിപ്പി ചെയ്തിട്ടുണ്ട് കേട്ടോ, കുറേ പണ്ട്. അപ്പോൾ അത് ആവശ്യമുള്ളവർ കണ്ടു നോക്കുക. ഇത്രയും ചെയ്യാനുള്ളൂ കേട്ടോ. മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് പാനിലേക്ക് വെച്ച് കൊടുത്താൽ മതി. എഗ് ടോസ്റ്റ് നമ്മളെ സാൻഡ്വിച്ച് മേക്കർ ഇല്ലെങ്കിൽ കേട്ടോ. ഇതാകുമ്പോൾ പിന്നെ നല്ല ഈസിയാണ്. അത് ചൂടായി വന്നിട്ട് അങ്ങനെ വെച്ച് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. നമ്മൾ സ്നാക്സ് റെഡിയാക്കി കിട്ടും. എണ്ണയോ ഒന്നും ആവശ്യമില്ല. കുറച്ചൊന്ന് ബട്ടറോ ഗീയോ ഒന്ന് സ്പ്രെഡാക്കി കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇതങ്ങനെ ഓരോന്നോരോന്ന് റെഡി ആവുന്നുണ്ട്. ഇതാ ജംഷി ഇവിടെ പിസ്സ ഒന്ന് സെറ്റാക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. പിസ്സ ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട്, റെസിപ്പി കാണിച്ചിട്ടുണ്ട്, മിനി പിസ്സ. അപ്പോൾ അതും കൂടെ ആക്കി എടുക്കുന്നുണ്ട്. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ച് ഐറ്റംസ് ആട്ടോ ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് സെറ്റാക്കി എടുക്കാൻ ഒരു 10 മിനിറ്റ് മതി. പക്ഷേ എല്ലാം ആ ഒരു ടൈമിലാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ നമ്മളെല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് വേഗം ഓരോരുത്തർ എല്ലാം ഓരോന്നോരോന്ന് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഞാനിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി ഇങ്ങനെ കാണിക്കുന്നേ ഉള്ളൂ. ബാക്കി കുട്ടികളൊക്കെയാണ് കേട്ടോ ചെയ്യുന്നത്. സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കുന്നത് അവരാണ്. അപ്പോൾ ഇതാ റഫീക്ക ഉരുളക്കിഴങ്ങല്ലേ, നമ്മളെ ബട്ടർഫ്ലൈ ചിക്കന് വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ് ഇതാ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിലാട്ടോ നിങ്ങൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. വലുപ്പം കുറഞ്ഞു പോകരുത്. എന്നാൽ വലിയ ഉരുളക്കിഴങ്ങും എടുക്കണ്ട, ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് എടുക്കുക. എന്നിട്ട് ഞാൻ വീഡിയോയിൽ ഇതാ കാണുന്ന പോലെ നിങ്ങൾ ചെയ്തെടുത്താൽ മതി. അതിൻ്റെ ഉള്ളിലേക്ക് അത് വെച്ച് കൊടുക്കുക. ഇതുപോലെ ഒരു ടൂത്ത് പിക്ക് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് കയറ്റി കൊടുക്കുക. ഉരുളക്കിഴങ്ങിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പിന്നെ എൻഡിലേക്കും ആ ഉരുളക്കിഴങ്ങിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് വരണം. ഇതുപോലെ അങ്ങനെ ചെയ്തെടുത്താൽ മതി കേട്ടോ. ചിക്കനൊന്നും മസാല പുരട്ടി വെക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ചിക്കൻ ഒരുപാട് വലുപ്പമാവരുത്. ഉരുളക്കിഴങ്ങിനേക്കാളും
മുകളിലേക്ക് ചിക്കൻ്റെ വലുപ്പം വരരുത്, അതിനേക്കാളും കുറയുകയും ചെയ്യരുത്, അപ്പോഴും നന്നാവില്ല. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇത് ഫ്രൈ ചെയ്ത് എടുക്കുക കേട്ടോ. ചിക്കൻ ചെറിയ പീസസ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. അതോടുകൂടെ തന്നെ ആ ഉരുളക്കിഴങ്ങും റെഡി ആയിക്കോട്ടെ. നിങ്ങൾക്കിപ്പോൾ ആ ഉരുളക്കിഴങ്ങ് നമ്മൾ കട്ട് ചെയ്തിടൂലേ, കട്ട് ചെയ്തിട്ട് 1 ടീസ്പൂൺ കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ ലൂസായിട്ട് കലക്കി വെച്ചിട്ട് അതിലൊന്ന് ഉരുളക്കിഴങ്ങ് ഡിപ്പ് ചെയ്തെടുത്താലും നല്ലതാണ് കേട്ടോ. ഞാനിപ്പോൾ ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാനത് ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്താലും നല്ലതാണ്. അങ്ങനെ ചെയ്താതിരുന്നിട്ടും എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല, നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒന്നുകൂടെ ഉരുളക്കിഴങ്ങ് ഒന്ന് ക്രിസ്പി ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ ഞാൻ എല്ലാ ബട്ടർഫ്ലൈ ചിക്കൻ എല്ലാം തന്നെ ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല ടേസ്റ്റുള്ളൊരു ഐറ്റമാണ് കേട്ടോ. ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. മസ്റ്റ് ട്രൈ ആണ്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്നത് പോലെ അങ്ങ് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. ആ ടൂത്ത് പിക്ക് വേണം. ഇനിയിപ്പോൾ ടൂത്ത് പിക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ ഈർക്കിലില്ലേ, നമ്മൾ ഓലേൻ്റെ, തെങ്ങിൻ്റെ ഓലേൻ്റെ, അതൊക്കെ എടുത്താലും മതി കേട്ടോ. അത്രേ ആവശ്യമുള്ളൂ. അപ്പോൾ ഇതാ ഇനി എല്ലാം ഒന്ന് ടേബിളിൽ സെറ്റ് ചെയ്യാണ് കേട്ടോ. ഇന്നിപ്പോൾ കുട്ടികളാണ് കേട്ടോ ഫുള്ള് സെറ്റ് ചെയ്യുന്നത്. നമ്മൾ ആ ഒരു സമയത്ത് ശരിക്കും വീഡിയോയിൽ വോയിസ് ഒക്കെ കൊടുക്കുകയാണെങ്കിലുണ്ടല്ലോ നല്ല രസം ഉണ്ടാകും. കാരണം നിങ്ങൾ വീഡിയോ കാണുമ്പോൾ വിചാരിക്കും എന്തൊരു കാമാണ്, എന്തൊരു നല്ല അടിപൊളിയായിട്ട് ഭയങ്കര റിലാക്സ് ആയിട്ട് ചെയ്യുന്നതെന്ന്. അല്ല കേട്ടോ, നല്ല ബഹളമാണ് ആ ഒരു സമയത്ത് കേട്ടോ. ഇങ്ങനെ ടേബിളൊക്കെ അറേഞ്ച് ചെയ്യുന്നൊക്കെ സമയത്ത് അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ എല്ലാവരും ഉള്ളതുകൊണ്ട് എല്ലാവരും കൂടിയാണ് കേട്ടോ ടേബിളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതാ അൽഹംദുലില്ലാ ബാങ്കൊക്കെ കൊടുത്ത് നമ്മൾ നോമ്പൊക്കെ തുറക്കുകയാണേ. അങ്ങനെ നമ്മൾ നോമ്പൊക്കെ തുറന്നു, മഗ്‌രിബ് നമസ്കാരമൊക്കെ കഴിഞ്ഞു. അപ്പോഴാണ് ഓർത്തത്, നിങ്ങളും ടേബിളിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, നമ്മൾ ഫ്രൂട്ട്സ് എല്ലാം റെഡിയാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫ്രൂട്ട്സ് ടേബിളിലേക്ക് കൊണ്ടുവെക്കാൻ വിട്ടുപോയിട്ടാണ്. ഒരു ഓർമ്മയുണ്ടാവില്ല. ഞാൻ അതിങ്ങനെ സെറ്റാക്കി വെച്ച സമയത്ത് എന്തെല്ലോ മിസ്സായിട്ടുണ്ടല്ലോ, ഇങ്ങോട്ട് ഒരു കളർഫുൾ ഇങ്ങോട്ട് കിട്ടുന്നുണ്ട് ഇല്ലല്ലോ എന്ന് മനസ്സിലുണ്ട് കേട്ടോ. പക്ഷെ എന്താണെന്ന് എനിക്ക് തിരിയുന്നില്ല കേട്ടോ. ബേജാറിലെല്ലാം കൂടെ ഇങ്ങനെ സെറ്റാക്കുന്ന തിരക്കിൽ വിട്ടുപോയി. അപ്പോൾ ഇനിയിപ്പോൾ ഇതാ ഫ്രൂട്ട്സ് എല്ലാം വെച്ച് നമ്മൾ ഉണ്ടാക്കിയ ക്യാരറ്റ് പുഡിങ്ങും പൈനാപ്പിൾ പുഡിങ്ങൊക്കെ ഞാൻ ഇവർക്ക് വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ കുറച്ച്. അപ്പോൾ അതൊക്കെ നമ്മളെല്ലാവരും കൂടെ കഴിക്കുകയാണ്. ഇനിയിപ്പോൾ തറാവി നിസ്കരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടെ പോകട്ടാ. റഫീഖയും പള്ളിയിൽ പോവും. നമ്മളിതാ ഇവിടെ നമ്മളെ തൊട്ട് മുമ്പത്തെ വീടില്ലേ അവിടെയാണ് കേട്ടോ നമ്മളെല്ലാവരും കൂടെ നിസ്കരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുട്ടികളും എല്ലാവരും കൂടെ പോകട്ടാ. അപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ അപ്പോൾ ജംഷി പറയുന്നു ഫ്രൂട്ട്സ് എടുത്തു വെക്കാൻ മറന്നത് നന്നായിരുന്നു. കാരണം ഫ്രൂട്ട്സ് അങ്ങ് എടുത്തു വെച്ചാൽ കുട്ടികൾ ഫ്രൂട്ട്സ് മാത്രമേ കഴിക്കുള്ളൂ കേട്ടോ. സ്നാക്സും അങ്ങനത്തെ വേറുള്ള കാര്യങ്ങളൊന്നും ഇവർ കഴിക്കൂല. അപ്പോൾ മറന്നത് നന്നായി എന്ന് പറയുമായിരുന്നു. പിന്നെ നമ്മളെ ഷവർമ പോക്കറ്റ് ഷവർമയും അതുപോലെ തന്നെ നമ്മളെ ബട്ടർഫ്ലൈ ചിക്കനും സാൻഡ്വിച്ചും എല്ലാം ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അടിപൊളി റെസിപ്പിയാണ്. നമ്മൾ കുട്ടികളെ ഇതാക്കിയിട്ടല്ലേ നമ്മൾ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുക. അവർക്ക് എന്തായാലും ഇഷ്ടമാവും കേട്ടോ. ഇതിപ്പോൾ നമ്മൾ തറാവി നമസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് കേട്ടോ മെയിൻ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നത്. മന്തിയും പത്തിരിയും മട്ടൻ കറിയും ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ഫുഡൊക്കെ കഴിക്കട്ടെ അങ്ങനെയൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ. അതുപോലെ തന്നെ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതെന്ത് തന്നെയാണെങ്കിലും കമൻറ്റായിട്ട് അറിയിക്കാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.